എന്നെടുക്കുവാ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. അടുത്തത് നമ്മുടെ പള്ളിപ്പെരുന്നാളും ആഘോഷങ്ങളും ഒക്കെയാ. ക്രിസ്മസിന് ശേഷം ഹോണർ ഏജൻസി അവതരിപ്പിക്കുന്നു പള്ളിപ്പെരുന്നാളും ആഘോഷങ്ങളും. അപ്പോൾ പുതിയ വർഷം തുടങ്ങുമ്പോൾ പള്ളിപ്പെരുന്നാളും ഉത്സവങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ആഘോഷിക്കാനുള്ള മെയിൻ ഫെസ്റ്റിവൽസ്. അപ്പം നമ്മുടെ പള്ളിയിൽ നമ്മളായിരിക്കണം സ്റ്റാർ എന്നായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ യൂണിഫോം സാരി ഉടുത്ത് സെറ്റായി വരാനായിട്ട് ഒരവസരം തരാം. അപ്പൊ വേഗം ഹോണറിലേക്ക് പോരെ. നമ്മളിവിടെ ഹ്യൂജ് വെറൈറ്റി ഓഫ് യൂണിഫോം കളക്ഷൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കളക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർ അല്ല സൂപ്പർ സ്റ്റാർ ആവാം. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മളിവിടെ വൈറ്റിൽ കളറ് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് യൂണിഫോം സാരിക്കായിട്ട്. അത് മാത്രമല്ല കളേഴ്സിലായിട്ടുള്ള യൂണിഫോം സാരീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. 35 years ആയിട്ട് നമ്മൾ യൂണിഫോം സാരിയുടെ മെയിൻ ഹോൾസെയിലേഴ്സ് ആണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് ബേസിൽ വരുന്ന യൂണിഫോം കളക്ഷൻസ് ആണ്. നമ്മൾ പള്ളിപ്പെരുന്നാൾ പോലെയുള്ള ചർച്ച് ബേസ്ഡ് പ്രോഗ്രാംസിനായിട്ടുള്ള യൂണിഫോം കളക്ഷൻസ് ആണ് വൈറ്റ് സെക്ഷനിൽ ഒരുക്കിയിരിക്കുന്നത്. സോ വൈറ്റിൽ നമ്മളിപ്പോൾ പുതിയ കളക്ഷൻസ് സ്റ്റോക്കപ്പ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓൾറെഡി നമുക്കിവിടെ ഇരിക്കുന്ന ഒത്തിരി കളക്ഷൻസ് ഉണ്ട് യൂണിഫോം ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ആ കൂടെ തന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമ്മുടെ പുതിയ കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇരിക്കുന്ന കുറച്ച് യൂണിഫോം കളക്ഷൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. സോ ഇപ്പം നമ്മളിവിടെ അവൈലബിൾ ആക്കിയിരിക്കുന്ന ഒട്ടുമിക്ക സാരീസും നമ്മുടെ ക്രിസ്മസ് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന സാരീസാണ്. സോ ആ സെയിം സാരീസ് തന്നെ നമ്മൾ കൂടുതലും ഇവിടെ ഇപ്പം യൂണിഫോം ആയിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത്. ഓർഗൻഡിയാണ് സാരിയുടെ ബേസ് വന്നേക്കുന്നത്. ക്രോസ് സ്റ്റിച്ചിൽ ഒരു എംബ്രോയ്ഡറി വർക്കാണ് സാരിയിൽ ഓൾ ഓവർ ആയിട്ട് വന്നേക്കുന്നത്. ഒരു ബോർഡർ ഫിനിഷിങ്ങിൽ വരുന്ന വർക്കിൽ ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ടൈപ്പ് ഫ്ലവർ ഡിസൈനാണ് ബോഡിയിലേക്ക് വന്നേക്കുന്നത്. അത് സ്കാറ്റേർഡ് ആയിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീസാണ്. ഓർഗൻഡി ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനാണിത്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് സാരി വന്നേക്കുന്നത്. ഓൾ ഓവർ ബോഡിയിലായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്കാണ് വന്നേക്കുന്നത്. സിൽക്കി കോട്ടയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ആൻഡ് നമ്മുടെ പ്ലീറ്റഡ് പോർഷനിലേക്ക് ഒരു ബോർഡർ ഫിനിഷിങ്ങിലാണ് ഈ ഒരു വർക്ക് വന്നേക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ മനസ്സിലാവുന്നുണ്ട്, അതിൻ്റെ ഡിസൈൻ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ക്ലിയർ ആണോ ക്യാമറയിൽ? എന്നാൽ കുറച്ചൊന്ന് നമുക്ക് അടുത്തുനിന്നുള്ള ഒരു വ്യൂവും കൂടെ നോക്കാം. സാരിയുടെ രണ്ട് എൻഡും ഫിനിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് ഒരു ലേസ് ഡീറ്റെയിലിംഗ് ആണ്. ഓൾ ഓവർ ബോഡിയിൽ ഇത് കണ്ടോ, ഇതുപോലെയുള്ള ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത്. സിൽക്കി കോട്ട ആയതുകൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ആൻഡ് ബ്ലൗസ് പീസ് വന്നിട്ട് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള കോട്ടച്ചെക്ക് ഫാബ്രിക്സിൽ തന്നെയാണ് വരുന്നത്. കോട്ടച്ചെക്കിൽ പ്ലെയിൻ ആയിട്ടുള്ളതിൽ ഇതുപോലെ നമ്മൾ ലൈസിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് എൻഡിൽ വന്നിട്ട്. അപ്പോൾ ഈ ഒരു സെയിം സാരിയിൽ ഓൾമോസ്റ്റ് സിമിലർ ഡിസൈനിൽ തന്നെ നമുക്ക് ഇനിയൊരു കളറിലും കൂടെ അവൈലബിൾ ആണ്. ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് രണ്ട് സാരിയും തമ്മിൽ വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സാരി വന്നേക്കുന്നത്. ഇതിലൊരു ഫ്ലോറൽ കൈൻഡ് ഓഫ് ഡിസൈനാണ് വന്നേക്കുന്നത്. ബാക്കി എല്ലാ പാറ്റേണും സിമിലർ ആണ്. ഫാബ്രിക് ഓൾസോ സെയിം ആണ്. ഒരു ഫ്ലോറലിൻ്റെ തിക്കായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് ഈ ഒരു സാരി വന്നേക്കുന്നത്. രണ്ട് സാരി ആണെങ്കിലും സെയിം മെറ്റീരിയലാണ് വരുന്നത്. വെയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അത് നമ്മൾ നോർമൽ കോട്ടയല്ല, ഇത് സിൽക്കി കോട്ടയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ ഭയങ്കര ഇതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാംസിനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് വെയർ ചെയ്ത് ആ ഒരു പ്രോഗ്രാമിലേക്ക് മുഴുകിയിരിക്കാം. കാരണം സാരിയിലേക്ക് കോൺസെൻട്രേഷൻ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണിത്. നെക്സ്റ്റ് സാരി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. മുങ്ക ചെക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ആപ്ലിക് വർക്കിൽ ചെയ്തെടുത്തൊരു സാരിയാണ്. നമ്മുടെ ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ മൂവിങ് ഉണ്ടായിരുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു സാരിയാണിത്. രണ്ട് കളേഴ്സിലായിട്ടാണ് ഈ ഒരു സാരി അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് യൂണിഫോമിൽ അവൈലബിൾ ആണ്, സിംഗിൾസ് ആയിട്ടും അവൈലബിൾ ആണ്. സിംഗിൾസ് മീൻസ് നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കുവാണെങ്കിൽ ആ കൂടെ തന്നെ സിംഗിൾ പീസായിട്ട് 6000 ആണ് നമ്മുടെ മിനിമം പർച്ചേസ് പറയുന്നത്. സോ അതിനകത്ത് ഇൻക്ലൂഡഡ് ആക്കി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ല നിങ്ങൾക്ക് യൂണിഫോം ആയിട്ടാണ് വേണ്ടെങ്കിൽ ആ ഒരു കളക്ഷനും നമുക്ക് ഈ ഒരു സാരിയിൽ അവൈലബിൾ ആണ്. ഇതിൽ ഇനി ഒരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു പിങ്ക് ഷെയ്ഡിലാണ് ഈ ഒരു സാരി വരുന്നത്. എൻഡിൽ നമുക്ക് സ്കാല ഫിനിഷിങ്ങിൽ വന്നിട്ട് ബോഡി പോർഷനിലേക്ക് ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത്. ഇനി നെക്സ്റ്റ് കളർ വരുന്ന ഒരു പീച്ച് ഷെയ്ഡിലാണ്. സോ ആ ഒരു സാരിയുടെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വരുന്ന പീച്ച് ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. പീച്ച് ഷെയ്ഡിൽ ആ ഒരു ലൈറ്റ് ഡാർക്ക് ടോണിൽ വരുന്ന ഒരു ആപ്ലിക് വർക്കാണ് വന്നേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണിതും. നമുക്കിതും യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ്. സോ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പർച്ചേസിനായിട്ട് നമ്മുടെ പേജിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവർ നിങ്ങൾ എല്ലാ വിധത്തിലും അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കളക്ഷൻ നമുക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നതാണ്. ഇനി തൊട്ട് അതായത് നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് പുതിയ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആയി തുടങ്ങുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോസ് തൊട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ പുതിയ കളക്ഷൻസ് ഒക്കെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ
എന്താ പറയുക, ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഇരുന്ന് നെക്സ്റ്റ് നമ്മുടെ ആഘോഷം വരുന്നത് ഈ പള്ളിപ്പെരുന്നാളൊക്കെയാണ്. സോ പള്ളിപ്പെരുന്നാളിൽ തിളങ്ങാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.